ഗൈസ്, ഇന്ന് നമ്മൾ കാഞ്ചീപുരം സെക്കൻഡ് പാർട്ട് വീഡിയോ തുടങ്ങുകയാണ്. കാഞ്ചീപുരം പോകുന്ന വഴി തന്നെ റോഡ് സൈഡിലായിട്ട് കാണുന്ന ക്ഷേത്രമാണ് ശ്രീ ത്രൈലോക്യ ശങ്കരേശ്വര പാർശ്വനാഥ ജൈന ക്ഷേത്രം. ഇത് ചന്ദമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിഖ്യാതമായ ക്ഷേത്രനഗരമായ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ജൈന ക്ഷേത്രമാണ് കണക്കാക്കപ്പെടുന്നത്. ജൈന തീർത്ഥം ജൈന മതവിശ്വാസികളുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ശ്രീ പാർശ്വസ്വാമി ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥശങ്കരമായ പ്രധാന ദേവത ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആരാധിക്കപ്പെടുന്നത് ത്രൈലോക്യ ശങ്കരേശ്വര രൂപത്തിൽ ആണ്. അതായത് ലോകത്തിലെ 3 താലങ്ങളിലൂടെയും പ്രബലമായി അനുഗ്രഹം നൽകുന്ന സ്വാമി. ഈ ജൈന ക്ഷേത്രം ജൈന മതക്കാർക്ക് സന്ദർശിക്കുന്ന സമയം പുലർച്ചെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. നമുക്ക് കാഞ്ചീപുരത്ത് പോയി നമ്മുടെ പാർട്ട് വീഡിയോ വ്ലോഗ് എടുക്കാം. ഓക്കെ. നമ്മളിപ്പം കാഞ്ചീപുരത്ത് വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കൈലാസനാഥം ടെമ്പിളാണ്. അതായത് ഈ അമ്പലം പൂർണ്ണമായും സ്റ്റോൺ നിർമ്മിതമാണ്. പഴയ കാലത്തെ ഒരു ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാഞ്ചീപുരം നഗരത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൈലാസനാഥൻ ക്ഷേത്രം. തമിഴ്നാടിൻ്റെ കാഞ്ചീപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പഴയകാല പല്ലവ രാജാക്കന്മാരുടെ കെട്ടിടക്കലയുടെ അതുല്യ ഉദാഹരണമാണ്. ഈ ക്ഷേത്രം 7ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവ് രാജസിംഹൻ നരസിംഹവർമ്മൻ രണ്ടാമൻ്റെ കാലത്ത് പണിതതാണ്. പിന്നീട് അവൻ്റെ പുത്രൻ മഹേന്ദ്രവർമ്മൻ മൂന്നാമൻ ഈ ക്ഷേത്രം പൂർത്തിയാക്കി. ഇവിടുത്തെ പ്രധാന ദേവത ശിവനാണ്. കൈലാസനാഥൻ എന്ന രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. അതായത് ശിവൻ തൻ്റെ വാസസ്ഥലമായ കൈലാസത്തിൽ നിന്നും ആലോചിക്കുന്ന രൂപത്തിൽ. ദ്രാവിഡ ശൈലിയിലുള്ള ആദ്യകാല ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഗ്രാനൈറ്റ് കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ ശില്പങ്ങൾ. 58 ഉപക്ഷേത്രങ്ങൾ ഉള്ള പ്രധാന ഗർഭഗൃഹത്തെ ചുറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രഭിത്തികളിൽ അതിസൂക്ഷ്മമായ ലളിത ശില്പങ്ങളും ചരിത്രരചനകളും കാണാം. ക്ഷേത്രത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടുത്തെ പ്രധാനമായും പറയുന്നത്. ചരിത്രപ്രസിദ്ധമായ പുരാവസ്തു ശില്പങ്ങൾ. ഗൃഹപ്രവേശനമായ വഴികളായ മുക്കാളി ഇടവഴി ഒരു തുരങ്കം പോലെയുള്ള വഴിയാണ് കടക്കുന്നത്. ആത്മീയതയും കൗതുകവും നൽകുന്നു. സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമാണ്. യാത്രാവഴികൾ. കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3-4 കിലോമീറ്റർ ദൂരത്തിൽ, ചെന്നൈയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്തിൽ ബസ്സോ കാറോ വഴി എത്താം. സന്ദർശകർക്കുള്ള ഉപദേശങ്ങൾ. ക്ഷേത്രഭാഗത്തെ ശാന്തതയും ആത്മീയതയും ആരാധിക്കുക. ഫോട്ടോ എടുക്കുന്നതിന് മുൻകൂട്ടി അനുവാദം ചോദിക്കുക. രാവിലെ പോകുന്നത് കൂടുതൽ അനുയോജ്യമാണ്. തിരക്ക് കുറവും വെളിച്ചം ശില്പങ്ങൾ കാണാനും. ശില്പികളെ സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും അന്ന് കാലത്തെ തൊട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. പല ഭാവങ്ങളുടെയും പല ഭഗവാന്റെയും. ഈ ക്ഷേത്രം എല്ലാ ശില്പങ്ങളും കൊണ്ട് നിറഞ്ഞാണ്. ഒരു കലാ സൃഷ്ടി തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓരോ തൂണിലും ഓരോ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ കഥകളാണ് കാണാനുള്ളത്. പ്രാചീന കാലത്തെ
ഭഗവാന്മാർ കഥകളും. ഇവിടെ നമുക്ക് ആറുമുഖനെ കാണാം. ആറുമുഖൻ്റെ ഒരു വിഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രം ഇങ്ങനെ വന്നു. ക്ഷേത്രം എത്ര നാളായി, ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ആരാണ്, എന്താണുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. In India, 1,300 years old temple. The temple construction by Radhima Vallabha at 7th century. The lingam worshipped by Mahavishnu. The lingam not in normal shape, 16 faces prismatic lingam. It's called Shodhasadhara lingam. Shodhasa Kala Darshanam, Koti Pava Vimojanam. Mahavishnu, he wanted to remove his sin, make the lingam do the ceremony every day. After the Shiva Puja, Shiva and Parvati cut in front of the Mahavishnu in this area. Then this area called Bholo Kailash. This temple equal to Kailash Mansapur. In Bharatadesham can do have the many temple equal to Kailash, Dakshina Kailash, Sri Sailam, Chidambaram, Arunachalam. This temple also. This temple have 3 prakaram. The first prakaram called Punarapi Maranam, Punarapi Jatnam, the Sarvitva. Then before the entrance side is 7 step. The 7th step called Ayodhya, Mudra, Maya, Kajikantita, 7 Mokshapuri. Inside again 7 step. The 7th step called 7 Jinmas. One time around the lingam, Janma Papi Vochanam. After doing Abhishekam Party on success in the Prarthana. This temple maintained by the Artna department outside, inside, devotees sponsored the pujas and Abhishekas. The temple name Kailashanatha, Rajasimmeshwara construction this building, so building name Rajasimmeshwaram. This Mandapam construction by Vijayanagara Samarajyam, that temple construction by Mahendrapala is son. So every 100 years, the king, when the king changed, he renewed the temple. So my simple knowledge is simple. കൈലാസനാഥൻ ക്ഷേത്രത്തിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ ഘടകങ്ങളിൽ ഒന്നാണ് മുക്കാലി ഇടവഴി എന്ന് വിളിക്കപ്പെടുന്ന ചുരുങ്ങിയ ഗുഹാ വഴിയിലൂടെയുള്ള ഗൃഹപ്രവേശനം. മുക്കാലി ഇടവഴി കൈലാസനാഥൻ ക്ഷേത്രത്തിലെ പുറകെ ഭിത്തിയിലൂടെയുള്ള ഗർഭഗൃഹത്തിലേക്കുള്ള ഭാഗത്തായി ഒരുപക്ഷെ മനുഷ്യൻ നിസ്സാരമായി നുഴഞ്ഞു കടക്കാൻ മാത്രം കഴിയുന്നെന്ന പോലെയുള്ള ചുരുങ്ങിയ അന്ധകാരമുള്ള തുരങ്ക വഴിയാണിത്. ഇത് ബാഹ്യലോകത്തു നിന്നും ആത്മാവിനെ അനന്തര കക്ഷിയിലേക്കുള്ള കുതിച്ചുചാട്ടം എന്നതിൻ്റെ പ്രതീകമാണ്. തിരുകിയിലിട്ട് ചെറുതായും കുഴിവയിലൂടെയും കിടക്കേണ്ടതുപോലെയും നുഴഞ്ഞു കയറിയുള്ള യാത്ര ഇത് ഇന്ദ്രിയങ്ങളെയും അഹങ്കാരത്തെയും ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നതിന് സന്ദേശം നൽകുന്നു. അതായത് നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞ് ഈ ക്ഷേത്രം ചുറ്റും നമ്മൾ പ്രദക്ഷിണം നടത്തി അത് കഴിഞ്ഞ് നമ്മളിപ്പം അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമേ കാര്യം പറഞ്ഞാൽ വ്യക്തത വരുത്താറുണ്ട്. അതായത് ഈ ക്ഷേത്രം 1500 വർഷം മുമ്പ് പണിത് കഴിഞ്ഞ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം മുഴുവനായിട്ടും നിർമ്മിച്ചേക്കുന്നത് സാൻഡ്സ്റ്റോൺ നിർമ്മിതമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കാണുമ്പം ഈ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ജനനം മരണം എന്നൊരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ പ്രദക്ഷിണ രീതി. അതായത് നമ്മൾ ആദ്യത്തെ കവാടത്തിൽ കയറുമ്പോൾ നമ്മൾ മരിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് അടുത്ത സൈഡിൽ കൂടെ നമ്മൾ കയറി വരുമ്പം അത് പുനർജന്മം എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇനി കുറച്ച് വിശ്രമിച്ചിട്ട് അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകാം. ഈ അമ്പലത്തിലെ അടുത്ത കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണിത്.
നമ്മളങ്ങനെ കൈലാസനാഥൻ ക്ഷേത്രത്തിലോട് യാത്ര പറഞ്ഞിട്ട് അടുത്ത ക്ഷേത്രത്തിലോട്ട് യാത്ര തിരിക്കുകയാണ്. അതായത് നമ്മളിനി അടുത്തായി പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് വരദരാജ ക്ഷേത്രം. കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന വരദരാജ ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിനി അടുത്ത യാത്ര. ആദ്യം നമ്മളിപ്പം കൈലാസനാഥ ടെമ്പിളിൽ പോയി. ഇപ്പം നമ്മൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് വരദരാജ ടെമ്പിൾ. അതും കാഞ്ചീപുരം. അതാണ് വരദരാജ ടെമ്പിളിൻ്റെ ഗോപുരം. അതിപ്പം പുതുക്കി പണിയുകയാണ് ഇവർ. നമുക്കിനി ക്ഷേത്രത്തിനകത്തോട്ട് കയറി നോക്കാം. ഇവിടെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് ആദ്യമേ ചെന്ന് കയറുമ്പം കാണുന്നത് കുളമാണ്, ക്ഷേത്രക്കുളം. അതിൻ്റെ ഗോപുരം, അതിൻ്റെ ചുറ്റുമതിലാണ്, ക്ഷേത്ര ചുറ്റുമതിൽ. നമ്മൾ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ കണ്ട മാതിരിയാണ്. ഇത് തന്നെയാണ് കുളം, ക്ഷേത്രക്കുളം. ഇവിടെ ഇത് ക്ഷേത്ര മണ്ഡപം. ഇവിടെ ധാരാളം ഡാൻസ് പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ടാണ് ഗോപുരം. ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്ന വഴി ഇതാണ്. ഈ ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായ വരദരാജ പെരുമാൾ ക്ഷേത്രം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം നഗരത്തിലെ വിഷ്ണു കാഞ്ചി എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വരദരാജ പെരുമാൾ ക്ഷേത്രം വൈഷ്ണവരുടെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ പ്രധാന ദേവതയായ ശ്രീമൻ നാരായണൻ ഇവിടെ വരദരാജ പെരുമാൾ എന്ന രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ദേവിയുടെ നാമം പെരുണ്ടേവി തായ ആണ്. ഈ ക്ഷേത്രം ആഴാൾമാർ എന്ന ദിവ്യ പ്രബന്ധങ്ങളിൽ സമാനമായി ആധ്യാത്മമാർ പ്രതിബന്ധവൽക്കരിക്കുന്ന ദിവ്യദേശം എന്നാണ്. ഇതിഹാസപ്രകാരം ബ്രഹ്മണർ ഈ യാഗം നടത്തിയപ്പോൾ മഹാവിഷ്ണു വരദരാജ പെരുമാളായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മണർ തൻ്റെ യാഗം നടത്തിയ സമയത്ത് മഹാവിഷ്ണു വരം ആവശ്യപ്പെട്ട സമയത്താണ് വരദരാജ പെരുമാളായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ആവശ്യപ്പെട്ട് ഇവിടെ പ്രതിഷ്ഠയായി നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലുള്ള ഭംഗിയായ ശില്പങ്ങൾ അലങ്കൃതമാണ്. പ്രധാന ഗോപുരം ഏകദേശം 130 അടി ഉയരവും 7 നിലകളിലുള്ളതുമാണ്. ക്ഷേത്രത്തിൽ 1000 കാൽപ്പാടുകളുള്ള ഒരു വലിയ ഹാളുമുണ്ട്. 1000 കാൽ മണ്ഡപം. അടിയന്തര വരദരാജർ 16 വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന വിഗ്രഹം 48 ദിവസത്തേക്ക് മാത്രം ദർശനം അനുവദിക്കുന്നു. അടുത്ത അവസരം 2035-ലാണ്. മനോഹരമായ തെക്കൻ ശൈലിയിൽ കുഞ്ഞത് ശില്പങ്ങൾ, സ്വർണ്ണക്കോലും വെളിച്ചവും കോലും. വിശ്വാസം അത് തൊടുകയാൽ പാപങ്ങൾ നീങ്ങും. സന്ദർശന സമയം രാവിലെ 6 മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മുതൽ 8 മണി വരെയും. സമയങ്ങൾ ഉത്സവ ദിവസങ്ങളിൽ വ്യത്യസ്തപ്പെടാം. ദർശനത്തിന് ഫീസ് ഇല്ല. പ്രത്യേക ദർശനത്തിനായി ടിക്കറ്റ് ലഭ്യമാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ബ്രഹ്മോത്സവം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, വൈകുണ്ഠ ഏകാദശി, അത്യന്തര ഉത്സവം 16 വർഷത്തിലൊരിക്കൽ. കാണാൻ പറ്റിയില്ല. ചെന്നൈയിൽ നിന്നും 25 കിലോമീറ്റർ. ഉച്ച സമയമായിപ്പോയി. അപ്പം രാവിലെ തന്നെ വന്നെങ്കിൽ നമുക്കിത് കാണാമായിരുന്നു, വീഡിയോയിൽ പകർത്തായിരുന്നു. നമ്മുടെ വരദരാജ ടെമ്പിൾ കണ്ടു, അവിടുത്തെ വിശേഷങ്ങൾ കണ്ടു. ഗൈസ്, അപ്പം നമ്മുടെ കാഞ്ചീപുരത്തിൻ്റെ ബ്ലോഗ് കഴിക്കുകയാണ്. 2 ദിവസം നീണ്ടുന്ന ഷൂട്ടാണ് ഞങ്ങളിപ്പോൾ കണ്ടത്.
നമ്മുടെ ആ വീഡിയോ മൊത്തമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അടുത്ത പുതിയ സ്ഥലവുമായിട്ട് പരിചയപ്പെടാം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ബെല്ലമട്ടൺ അമർത്തുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.